പിണറായി വിജയൻ ഒന്നാമത്തെ ആരോഗ്യമില്ല. ഈ ആരോഗ്യമില്ലാത്ത പിണറായി വിജയൻ എങ്ങനെ വി ഡി സതീശനുമായിട്ട് മുട്ടി നിൽക്കും? വി ഡി സതീശൻ നമുക്കറിയാമല്ലോ, പെർഫോം ചെയ്യും, നെക്സ്റ്റ് ലെവൽ പെർഫോം ചെയ്യും. നിയമസഭയിലൊക്കെ എങ്ങനെ ഈ പിണറായി വിജയൻ എഴുതി കൊടുത്ത് വായിക്കുന്ന പിണറായി വിജയൻ എങ്ങനെ വി ഡി സതീശനോട് പിടിച്ചു നിൽക്കാൻ പറ്റും? വി ഡി സതീശൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് വി ഡി സതീശൻ സ്പോട്ടിൽ അടിച്ചടിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? സി പി എം ആലോചിക്കണം. നിങ്ങളുടെ പാർട്ടി തോൽക്കാനുള്ള ഏറ്റവും വലിയ കാരണം പിണറായിസമായിരുന്നു. ആ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പിണറായിസമായിരുന്നു. ഈ പിണറായിസത്തിന് പുറകെ പോയതുകൊണ്ട് മാത്രമാണ് സി പി എം തോറ്റുപോയത്. ഇവിടെ ജനങ്ങൾ, ഇവിടുത്തെ മന്ത്രിസഭയോട് പോലും അത്രയും കലിപ്പുണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല. പക്ഷേ ജനങ്ങൾക്ക് കലിപ്പ് വന്ന ആരോടാ? പിണറായി വിജയനോടും പിണറായിസത്തോടുമാണ്. ആ പിണറായിസം വീണ്ടും തുടരുക. അതായത് ജനങ്ങൾ പിണറായിസത്തെ മടുത്തിട്ട് നിങ്ങളെ അധികാരത്തിൽ നിന്ന് എറിയുമ്പോൾ ആ പിണറായി വിജയനെ വീണ്ടും കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന അപകടം എന്ന് പറയുന്നത് ചെറുതല്ല. നിങ്ങൾക്ക് അപ്ഡേറ്റ് ആകാൻ പറ്റൂല. നിങ്ങൾക്ക് പുതിയ കാലത്തിൻ്റെ പൊളിറ്റിക്സിലേക്ക് വരാൻ പറ്റൂല. പുതിയ കാലത്തിൻ്റെ പൊളിറ്റിക്സ് വേറെയാണ്. പിണറായി വിജയൻ ഇപ്പോഴും ഓൾഡ് സ്കൂളാണ്. കോൺഗ്രസ്സിന് പറ്റിയത് അവർ 2021 ശേഷം വന്ന ആ മാറ്റമാണ്. 2021 ശേഷം കോൺഗ്രസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം പുതുതലമുറയുടെ രാഷ്ട്രീയമായിരുന്നു. നിങ്ങൾക്കതുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ ലീഡേഴ്സ് ഇപ്പോഴും പഴയ സ്റ്റൈലാണ്. നിങ്ങളവിടെ ഇരുന്ന് റീൽ പൊളിറ്റിക്സ്, നിങ്ങളവിടെ ഇരുന്ന് പല കാര്യങ്ങളും കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് UDF. അതുകൊണ്ട് UDF അധികാരത്തിലോട്ട് എത്തി എന്നുള്ളതാണ് വസ്തു. പക്ഷേ CPIM അവിടെ ഔട്ടായത് അതുകൊണ്ടാണ്. വീണ്ടും പിണറായി വിജയനെ കൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് വെക്കുമ്പോഴത്തേന് നിയമസഭയിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വീണ്ടും ഈ ഓൾഡ് സ്കൂൾ പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ പറയുന്ന കേരളത്തിലെ ഒരു നല്ല സഖാവും എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന്. കാരണം ഒരു തലമുറ മാറ്റം അനിവാര്യമായിരുന്നു. അനിവാര്യം എന്ന് പറഞ്ഞാൽ CPM അത്രമേൽ അനിവാര്യമായിരുന്നു. ഞാൻ ഈ പറയുന്ന ഓക്കെ ഇവൻ CPM മുടിയാനായിട്ട് പറയുന്ന അല്ലെങ്കിൽ CPM അല്ല, CPM കളിയാക്കുന്നതല്ല. ഇവിടെ CPM വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. CPM ഇവിടെ വേണം, കോൺഗ്രസ് ഇവിടെ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. CPI ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഈ പാർട്ടികളൊക്കെ അനിവാര്യതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ CPM ഈ പിണറായി വിജയനെ പ്ലേസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന അപകടം വേറെയാണ്. നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, നിങ്ങളുടെ ലീഡറായിട്ടുള്ള പിണറായി വിജയന് നിയമസഭയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല, അദ്ദേഹത്തിൻ്റെ സ്പേസ് ആര് കൊണ്ടുപോകും? രാജീവ് ചന്ദ്രശേഖരൻ, മുരളീധരൻ എടുത്തുകൊണ്ട് പോകും സ്പേസ്. നിങ്ങളെ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് BJP CPM ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് നിയമസഭ പെർഫോം ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെക്കാളും പ്രതിപക്ഷ ശക്തിയോട് അവർ പ്രതിഷേധിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പിണറായി വിജയൻ ആ കാലത്ത് പുലിയായിരുന്നു. ആ കാലം 2014 മുഖ്യമന്ത്രി 2016-21 പൊളിറ്റിക്സ് പക്കയായിരുന്നു. ആ കാലത്തിൻ്റെ പൊളിറ്റിക്സ് വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭരണം കിട്ടിയത്. പക്ഷെ ആ കാലം മാറിയെന്ന് ഇവർ മനസ്സിലാക്കാതാണ് ഏറ്റവും വലിയ അപകടം. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ നല്ല സഖാക്കളൊന്നും ഈ ഡിസിഷനിൽ ഹാപ്പി ആയിരിക്കില്ല. പക്ഷേ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. പാർട്ടി നേതൃത്വം ഇങ്ങനൊരു കോൾ എടുക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ച് 2021 ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഭരണം പോയ ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള വികാരം, തലമുറ മാറ്റം എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായി. ആ തലമുറ മാറ്റ വികാരമാണ് കോൺഗ്രസിനെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ നിലവിലോ CPIM അങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നില്ല. ലീഡർഷിപ്പിനെ പേടിച്ചിരുന്നുണ്ടല്ലോ സഖാക്കളെ, നിങ്ങൾ അപകടത്തിലേക്ക് പോകും. കാലം ആവശ്യപ്പെടുന്ന മാറ്റമാണ്. കാരണം CPM ഇവിടെ ഒരു സ്പേസ് വേണം. CPM ഇവിടെ നിൽക്കണം. കേരളത്തിൻ്റെ സെക്യുലർ സ്വഭാവത്തിന് CPIM കോൺഗ്രസും മുസ്ലിം ലീഗും CPIയും കേരള കോൺഗ്രസും ഒക്കെ ഇവിടെ വേണ്ട സംവിധാനങ്ങളാണ് ജനാധിപത്യ പ്രക്രിയയ്ക്ക്. ഈവൻ BJP 1-2 സീറ്റുമായിട്ട് നിലനിൽക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ BJP വളർന്നു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് ഒരു ശക്തമായ പ്രതിപക്ഷം നിങ്ങൾക്കാകാൻ പറ്റിയില്ലല്ലോ. ഉണ്ടാവും. 81 വയസ്സുള്ള ഒരാൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഈ നിയമസഭയുടെ, അതായത് 102 പേരുള്ള നിയമസഭയാണ്, ഈ നിയമസഭയുടെ കാലാവധി കഴിയുമ്പോൾ 86 വയസ്സുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവിട്ടിരിക്കുക നിയമസഭയുടെ അവസാന വർഷങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യും? നിങ്ങളിപ്പം തന്നെ ഓർക്ക്, ഈ മന്ത്രിസഭയുടെ അവസാന കാലങ്ങളിൽ പോലും അദ്ദേഹത്തിന് നടക്കാൻ മേലായിരുന്നു. അദ്ദേഹത്തിന് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ മേലായിരുന്നു. ജസ്റ്റ് എഴുതി കൊടുക്കുന്നതല്ലേ പിണറായി വിജയൻ വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ എങ്ങനെ വന്നിട്ട് നിയമസഭ വന്നിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും? സിമ്പിൾ പരിപാടിയാണ്. എങ്ങനെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ CPM നന്മയ്ക്ക് വേണ്ടി പറയുന്നത് ഓപ്പണാണ്. ഞാൻ CPM നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു പക്ഷേ ആദ്യത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം ആ സ്പേസ് ഇവിടെ വേണ്ട സ്പേസാണ് CPM. ഇവിടെ ഈ പറയുന്ന പോലെ അധികാരമാറ്റമൊക്കെ ഇനിയും 10 വർഷം കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാലഘട്ടത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടൊരു ജനവികാരം എതിരാകുന്നുണ്ടെങ്കിൽ ആ സ്പേസ് CPM കിട്ടണം. പക്ഷേ നിങ്ങളൊരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷം അല്ലാതെ പോകുമ്പോൾ, അത് മാത്രമല്ല ഈ നിയമസഭയിലെ CPM സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നേതാക്കളൊന്നുമില്ല. ആകെ എനിക്കൊരു ഹോപ്പുള്ളത് ഞാൻ പറയാം, മരുമോനാണെങ്കിൽ റിയാസ് മാത്രമാണ്. കാരണം റിയാസ് കുറേയൊക്കെ അപ്ഡേറ്റഡാണ്.
സ്വരാജിന് പറ്റിപ്പോയി എന്താ, സ്വരാജ് നല്ല ലീഡറാണ്, പക്ഷേ അപ്ഡേറ്റഡ് അല്ല. റഹീമൊക്കെ ടോട്ടൽ ഫെയിലിയറാണ്. ഒരു സെറ്റ് ഓഫ് ലീഡേഴ്സിനെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ഇവരെ തകർത്ത് കളഞ്ഞു. 5 വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് പൊതുവെ ഈ പറയുന്ന ഈ സമര തീക്ഷ്ണതയുള്ള യുവതയും അതോടൊപ്പം തന്നെ നല്ല ലീഡേഴ്സും ഒക്കെ ഉണ്ടാകുന്നത്. കോൺഗ്രസിന് ഇത്രയും ഒരു സെറ്റ് ഓഫ്, നിങ്ങൾ കോൺഗ്രസിൻ്റെ യൂത്ത് ബറ്റാലിയനെ നോക്ക്, യൂത്ത് സെറ്റിനെ നോക്ക്, എന്തൊരു ലീഡർഷിപ്പാണ് നോക്ക്. റോജി എം ജോൺ, ചാണ്ടി ഉമ്മൻ, ഷാഫി പറമ്പിൽ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ KM അഭിജിത്ത്, അങ്ങനെ എത്ര ലീഡേഴ്സ്, അബിൻ വർക്കി. നമ്മൾ എന്ത് പറഞ്ഞു പറഞ്ഞാൽ രാഹുൽ മങ്കൂട്ടം ഫയറായിരുന്നു. എന്ത് ലീഡർഷിപ്പാണ് ഈ കോൺഗ്രസ്. നിങ്ങൾക്ക് പറയാൻ ആരുണ്ട്? CPM പറയാൻ ആരുണ്ട്? വലിയ അപകടമാണ് CPM പോകുന്നത്. ഒരു തലമുറയെ എന്തിനു വേണ്ടിയോ വെട്ടി നീക്കപ്പെട്ടു. അത്യാവശ്യം ഇമേജ് ഉണ്ടായിരുന്നു സ്വരാജിന്, പക്ഷേ സ്വരാജ് വളരുന്നില്ല. സ്വരാജിന് വളരാൻ താല്പര്യമില്ല. സ്വരാജ് വളരാതിരിക്കുമ്പം, അല്ലെങ്കിൽ സ്വരാജിന് അപ്ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. സ്വരാജിനെ വളരാതിരിക്കാൻ പാർട്ടി വെട്ടിക്കളയുന്നു. എന്തൊരവസ്ഥയാണ്. ശൈലജ ടീച്ചർക്ക് ഇമേജ് ഉണ്ടായിരുന്നു, അവർ പിന്നെ ഇച്ചിരി കൂടെ അപ്ഡേറ്റഡ് ആയിരുന്നു. അവരെ തീർത്ത് കളഞ്ഞില്ല. 2 തെരഞ്ഞെടുപ്പ് തോൽവി അവർക്ക് 3 വർഷത്തിനുള്ളിൽ പാർട്ടി വെച്ച് കൊടുത്തേ. ഐ റിപ്പീറ്റ്, വെച്ച് കൊടുത്തേ. എങ്ങനെ വെച്ച് കൊടുത്തു? വടകര കൊണ്ടുപോയിട്ടു, തോറ്റു. ഇവിടുന്ന് ഒഴിവാക്കാനായിട്ടായിരിക്കും തോറ്റു. രണ്ടാമത് അവരെ നല്ലൊരു സീറ്റ് മത്സരിപ്പിക്കണ്ടേ. പിണറായി വിജയൻ്റെ യുഗം അവസാനിക്കുന്നു, ഭരണമില്ലാതെ വരുന്നു, അവരെ നല്ല സീറ്റ് KPCC അധ്യക്ഷനെതിരെ കൊണ്ടാണ് മത്സരിപ്പിക്കുക. ഭരണം കിട്ടാൻ പോകുന്നെന്ന് കേരളം മനസ്സിലാക്കിയ പാർട്ടിയുടെ KPCC അധ്യക്ഷനെതിരെ കൊണ്ട് മത്സരിപ്പിക്കുക. ഇതൊക്കെ ഈ റോങ് ഡിസിഷൻസാണ് കേട്ടോ. CPM ഒന്നും പറ്റാതിരിക്കട്ടെ, CPM ഇവിടെ സ്പേസ് ഉണ്ട്, ആ സ്പേസ് പോകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോഴും ഇതുപോലത്തെ ഡിസിഷൻസ് വീണ്ടും കൊണ്ട് പിണറായി വിജയനെ പ്ലേസ് ചെയ്യുന്ന പോലത്തെ ഡിസിഷൻസ് ഒരു കാരണവശാലും ഉപകാരപ്പെടില്ല. ഒരു കാരണവശാലും നല്ല റിസൾട്ട് ഉണ്ടാക്കി തരില്ല.